Shalom. Our YouTube channel, A4bin, welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഹസ്റൈം ബദിമാ ബ്രാനായ കത്സറു. സങ്കീർത്തനങ്ങൾ 126 അധ്യായം 5 വാക്യം വായിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. Book of Psalms chapter 126 verse 5. They that sow in tears shall reap in joy. ഹസറയും എന്ന വാക്ക് തുടങ്ങുന്നത് ഹ എന്ന ആർട്ടിക്കിളിൽ ആണ്. ഇത് ഒരു ഖൽ ഫോമിലുള്ള വെർബാണ്. ഇത് ഒരു പാർട്ടിസിപ്പിൽ ആണ്. ഈ വാക്കിൽ ഹ എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എന്ന് പറഞ്ഞുവല്ലോ. യീം എന്നത് മസ്കുലിൻ പ്ലൂറൽ സഫിക്സ് ആണ്. സാര എന്നതാണ് ഈ വാക്കിന്റെ റൂട്ട് വേഡ്. The word Hazarayim begins with the article ha. It is a verb in a call form and it is a participle. Yim is a masculine plural suffix. Sarah is the root form of this word. ഹസോരയും എന്ന വാക്കിന്റെ വിവർത്തനം വിതയ്ക്കുന്നവർ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഹസോരിം എന്നത് കർഷകരെ, ഭൂമിയിൽ ജോലി ചെയ്യുന്ന കർഷകരെ സൂചിപ്പിക്കുന്നു. ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്ന വിതക്കാരന്റെ ചിത്രം പ്രകൃതി ലോകവുമായുള്ള മനുഷ്യ ഇടപെടലിന്റെ ശക്തമായ പ്രതീകമാണ്. ഉപജീവനത്തിനായി നാം ഭൂമിയെ ആശ്രയിക്കുന്നതിന്റെ തെളിവാണ്. The word Hazoraim translates to the sowers, or those who sow in Hebrew. On a literal level, Hazoraim refers to the farmers, the agriculturalists who work the land. The image of the sower, casting seeds upon the earth, is a powerful symbol of human interaction with the natural world, a testament to our reliance on the land for sustenance. ഹസോരയും പ്രതിരൂപകാത്മകമായും വീക്ഷിക്കാവുന്നതാണ്. മാറ്റത്തിന്റെയോ നവീകരണത്തിന്റെയോ പുരോഗതിയുടെയോ വിത്തുകൾ പാകുന്നവരെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഈ വിതയ്ക്കുന്നവർ അധ്യാപകരോ കലാകാരന്മാരോ ആക്ടിവിസ്റ്റുകളോ മാതാപിതാക്കളോ ആകാം. ആശയങ്ങൾ പരിപോഷിപ്പിക്കുകയും മറ്റുള്ളവരുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ അധ്വാനത്തിന്റെ ഉടനടി ഫലം അവർ കാണാനിടയില്ല, പക്ഷേ അവരുടെ പരിശ്രമം ഒടുവിൽ ഫലം നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നു. വിളവെടുപ്പിനായി ക്ഷമയോടെ കാത്തിരിക്കുന്ന കർഷകനെപ്പോലെ ഈ പ്രതിരൂപാത്മക വിതക്കാർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ദീർഘകാല അധ്വാനം ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു, ഭാവിയെ ഉടനടി ദൃശ്യമാകാത്ത വിധത്തിൽ രൂപപ്പെടുത്തുന്നു. Hazorim also carries a strong metaphorical weight. It represents those who plant the seeds of change, innovation, or progress. These sowers might be educators, artists, activists, or even parents, nurturing ideas and fostering growth in others. They may not see the immediate fruits of their labor, but they trust that their efforts will eventually bear fruit. Like the farmer who patiently waits for the harvest, these metaphorical sowers understand that their actions have long-term consequences, shaping the future in ways that may not be immediately visible. ചെറുതും വലുതുമായ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശാശ്വതമായ അനന്തരഫലങ്ങൾ ഉണ്ടെന്നും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ രൂപപ്പെടുത്തുകയും വരും തലമുറകളെ സ്വാധീനിക്കുകയും ചെയ്യുമെന്ന ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു. It serves as a reminder that our actions, both big and small, have lasting consequences, shaping the world around us and influencing generations to come. ബദിമ എന്ന വാക്കിൽ ബ എന്നത് പ്രിപ്പോസിഷൻ ആണ്. ദിമാഹ് എന്നത് നൗൺ ഫെമിനിൻ സിംഗുലർ ആണ്. ദാമ എന്നതാണ് റൂട്ട് വേഡ്. In the word, badima, ba, is the preposition. Dimah is the noun feminine singular. The root word is dama. എബ്രായ പദം ബദിമ കണ്ണീരിൽ അല്ലെങ്കിൽ കണ്ണുനീർ കൊണ്ട് എന്ന് വിവർത്തനം ചെയ്യുന്നു. ലളിതമായി തോന്നുന്ന ഈ വാചകം മനുഷ്യവികാരങ്ങളുടെയും വേദനയുടെയും ദുഃഖത്തിന്റെയും മാത്രമല്ല, ഒരുപക്ഷേ ആശ്ചര്യകരമെന്നു പറയട്ടെ, സന്തോഷത്തിന്റെയും വിടുതലിന്റെയും ഒരു ലോകത്തെ ഉൾക്കൊള്ളുന്നു. കണ്ണുനീർ മനുഷ്യന്റെ ഒരു പ്രത്യേക ശാരീരിക പ്രതികരണമാണ്. ഉപ്പ്, വെള്ളം, വിവിധ പ്രോട്ടീനുകൾ എന്നിവയുടെ സങ്കീർണമായ മിശ്രിതം ഉത്തേജകങ്ങളുടെ ഒരു ശ്രേണിയാൽ പ്രേരിപ്പിക്കപ്പെടുന്നു. കണ്ണുകളെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അവയുടെ പ്രാഥമിക പ്രവർത്തനം. കണ്ണുനീർ ഒരു നിർണായക വൈകാരിക ലക്ഷ്യവും നൽകുന്നു. അവ നമ്മുടെ ആന്തരിക വികാരങ്ങളുടെ ശാരീരിക പ്രകടനമാണ്, നമ്മുടെ ദുർബലതയുടെ ദൃശ്യമായ പ്രകടനമാണ്. കണ്ണുനീർ മനുഷ്യവികാരങ്ങളുടെ മുഴുവൻ സ്പെക്ട്രവും ഉൾക്കൊള്ളുന്നു, ദുഃഖത്തിന്റെ ആഴങ്ങളിൽ നിന്ന് സന്തോഷത്തിന്റെ ഉന്നതികളിലേക്കുള്ള പ്രയാണം. The Hebrew word, badima, translates to in tears or with tears. This seemingly simple phrase encapsulates a world of human emotion, pain, sorrow, but also, perhaps surprisingly, joy and release. Tears are a uniquely human physiological response, a complex mixture of salt, water, and various proteins triggered by a range of stimuli. While their primary function is to lubricate and protect the eyes, tears also serve a crucial emotional purpose. They are a physical manifestation of our inner feelings, a visible expression of our vulnerability. Tears encompass the full spectrum of human emotions, from the depths of sorrow to the heights of joy. ബെറിന്നാഹ് എന്ന ഈ വാക്കിൽ ബെ എന്നത് പ്രിപ്പൊസിഷൻ ആണ്. റിന്നാഹ് എന്നത് നൗൺ ഫെമിനിൻ സിംഗുലർ ആണ്. റനൻ എന്നതാണ് ഇതിന്റെ റൂട്ട് വേഡ്. Ba is the preposition in this word barina.
Rina is the noun feminine singular. Its root word is ranan. ഹീബ്രു ഭാഷയിൽ ആഹ്ലാദത്തോടെ, ആലാപനത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ എന്നാണ് ബെറിന എന്ന പദം വിവർത്തനം ചെയ്യുന്നത്. ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും ആഹ്ലാദകരമായ ആവിഷ്കാരത്തിന്റെയും വികാരം ഉണർത്തുന്ന ഒരു വാക്കാണിത്. പലപ്പോഴും മതപരമായ സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിലും മറ്റ് ആരാധനാക്രമ ഗ്രന്ഥങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നു. ഇത് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ ഉണ്ടാക്കുന്ന സന്തോഷകരമായ ശബ്ദത്തെ വിവരിക്കുന്നു. പലപ്പോഴും പാടുന്നതും ആർപ്പിടുന്നതും മറ്റ് സ്തുതി പ്രകടനങ്ങളും ഉൾപ്പെടുന്നു. ഹൃദയംഗമവും അനിയന്ത്രിതവുമായ സന്തോഷമാണ് ബെറിന നിർദ്ദേശിക്കുന്നത്. അത് സ്വരപ്രകടനത്തിലേക്ക് കവിഞ്ഞൊഴുകുന്ന ശക്തമായ ഒരു വികാരമാണ്. മനുഷ്യവികാരത്തിന്റെ പോസിറ്റീവ് ധ്രുവത്തെ പ്രതിനിധീകരിക്കുന്ന ദുഃഖത്തിന്റെയോ വിലാപത്തിന്റെയോ പ്രകടനങ്ങളുമായി ഇത് വൈരുദ്ധ്യം കാണിക്കുന്നു. ഈ വാക്ക് ആന്തരിക സന്തോഷത്തിന്റെ ബാഹ്യപ്രകടനത്തിന് ഊന്നൽ നൽകുന്നു, സന്തോഷം തുറന്നും ആവേശത്തോടെയും പ്രകടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. Berina translates to enjoy, with singing, or with gladness in Hebrew. It's a word that evokes a sense of celebration, happiness, and exuberant expression. Often used in religious contexts, particularly in psalms and other liturgical texts, it describes a joyful noise made to God, often involving singing, shouting, and other expressions of praise. Berina suggests a heartfelt and unrestrained joy, a feeling so powerful that it overflows into vocal expression. It contrasts with expressions of sorrow or lament, representing the positive pole of human emotion. The word emphasizes the outward manifestation of inner joy, highlighting the importance of expressing gladness openly and enthusiastically. വാക്കിന്റെ ഘടന അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പ്രധാനമാണ്. ഇത് ഖൽ ഇംപെർഫെക്റ്റ് ടെൻസിലെ ഒരു ക്രിയയാണ്. പ്രാരംഭ യോദ്ധ കൊണ്ട് മനസ്സിലാക്കാം. തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറലിനെ സൂചിപ്പിക്കുന്നു. ഈ പ്രിഫിക്സ് ക്രിയയുടെ ഈ പ്രത്യേക രൂപത്തിന്റെ ഒരു പൊതു മാർക്കറാണ്. ഖത്സർ എന്ന വാക്കിന്റെ മൂലരൂപം കൊയ്യുന്നതോ വിളവെടുക്കുന്നതോ ആയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വരാക്ഷര പാറ്റേണുകളും അധിക അക്ഷരങ്ങളും സംയോജിപ്പിച്ച് നിർദ്ദിഷ്ട സമയവും വ്യക്തിയും രൂപപ്പെടുത്തുന്നു. അവസാന ഓഹ് ശബ്ദം വിഷയത്തിന്റെ ബഹുവചന സ്വഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അതിനാൽ വിൽ റീപ്പ് അല്ലെങ്കിൽ ഷാൽ റീപ്പ് എന്നാണ് യിക്ത്സെറു അക്ഷരാർത്ഥത്തിൽ വിവർത്തനം ചെയ്യുന്നത്. The word structure is key to understanding its meaning. It is a verb in the kal imperfect tense. The initial yod signifies the imperfect tense. Third-person masculine plural, indicating that the subject is they. This prefix is a common marker for this particular form of the verb. The root of the word, katser, relates to the act of reaping or harvesting. The vowel patterns and additional letters then combine to form the specific tense and person. The final u sound further reinforces the plural nature of the subject. Therefore, yiksru literally translates to they will reap or they shall reap. ഖത്സർ എന്ന ഹീബ്രു ക്രിയയുടെ പ്രാഥമിക അർത്ഥം ചെറുതായിരിക്കുക അല്ലെങ്കിൽ ചുരുക്കുക എന്നാണ്. വിളവെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് വിളകൾ വെട്ടിമാറ്റുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. സമയത്തിലോ ക്ഷമയിലോ ശാരീരിക വളർച്ചയിലോ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സംക്ഷിപ്തത അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കൽ എന്നിവയെ ഈ പദം സൂചിപ്പിക്കാം. The Hebrew verb katsar primarily means to be short or to shorten. It is often used in the context of reaping or harvesting, indicating the act of cutting down crops. The term can also imply a sense of brevity or curtailment in various contexts, whether in time, patience, or physical stature. പുരാതന ഇസ്രായേലിൽ കൃഷി ദൈനംദിന ജീവിതത്തിന്റെയും സമ്പദ്വ്യവസ്ഥയുടെയും കേന്ദ്രഭാഗമായിരുന്നു. വിളവെടുപ്പ് ഒരു സുപ്രധാന പ്രവർത്തനമായിരുന്നു, ഒരു സീസണിലെ അധ്വാനത്തിന്റെ പാരമ്യത്തെ അടയാളപ്പെടുത്തുന്നു. കൊയ്യുക എന്നത് ഒരു ശാരീരിക ജോലി മാത്രമല്ല, ആത്മീയ പ്രാധാന്യവും ഉണ്ടായിരുന്നു, പലപ്പോഴും ദൈവത്തിന്റെ കരുതലുകളോടും അനുഗ്രഹത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. വിളവെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഖത്സർ എന്ന ആശയം ഒരു കാർഷിക സമൂഹവുമായി ആഴത്തിൽ പ്രതിധ്വനിക്കും. ഇത് കഠിനാധ്വാനത്തിന്റെ പ്രതിഫലത്തെയും ദൈവിക പ്രീതിയെ ആശ്രയിക്കുന്നതിനെയും പ്രതീകപ്പെടുത്തുന്നു. In ancient Israel, agriculture was a central part of daily life and economy. Harvesting was a significant activity, marking the culmination of a season's labor. The act of reaping was not only a physical task but also held spiritual significance, often associated with God's provision and blessing. The concept of katsar in the context of harvest would resonate deeply with an agrarian society, symbolizing both the reward of hard work and the dependence on divine favor. Thank you for watching our video. Please like, share, and subscribe to our YouTube channel. Please don't forget to comment below. We are using simple techniques throughout our videos to learn languages effectively. So please watch our videos regularly to learn the language faster. Have a great time.